ഇപ്പോൾ കിട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് ആദ്യം പോവുകയാണ്. കോഴിക്കോട് സരോവരത്തിന് സമീപം കനോലി കനാലിൽ വീണ് ഒരാളെ കാണാതായി. കുന്നമംഗലം സ്വദേശി പ്രവീൺ ദാസിനെയാണ് കാണാതായത്. കോഴിക്കോട് കമ്മീഷണർ ഓഫീസിലെ ജീവനക്കാരനാണ് ഇയാൾ. ഫയർഫോഴ്സും സ്കൂബ ടീമും തിരച്ചിൽ നടത്തുകയാണ്. ലിഡിയ ജേക്കബ് ഉണ്ട് സംഭവ സ്ഥലത്ത് നിന്നും. ലിഡിയ, എന്താണ് ശരിക്കും സംഭവിച്ചത്? അജി, വൈകുന്നേരം രാത്രി 8 മണിയോടെയാണ് ഇവിടെ കനോലി കനാലിന് സമീപം, കനോലി കനാലിന് സമീപം ഇരിക്കുന്ന പ്രവീൺ എന്നയാൾ വെള്ളത്തിലേക്ക് വീണു പോകുന്നത്. കൂടെയുണ്ടായിരുന്നവൾ കൈക്ക് പിടിച്ച് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും പ്രവീൺ വെള്ളത്തിലേക്ക് വീഴുകയായിരുന്നു. ഇപ്പോൾ ഉടനെ തന്നെ കൂടെയുണ്ടായിരുന്നവൾ പോലീസിൽ അറിയിക്കുകയും പിന്നീട് ഫയർഫോഴ്സും പോലീസിന്റെ ടീമും എത്തി രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. നിലവിൽ സ്കൂബ ടീം എത്തിയിട്ടുണ്ട്. കോഴിക്കോട് കുന്നമംഗലം സ്വദേശി പ്രവീണാണ് താഴേക്ക് വീണത്, കനാലിലേക്ക് വീണത് എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ നമ്മോടൊപ്പം ദൃക്സാക്ഷികളും അതുപോലെ തന്നെ ഇവിടെയുള്ള നാട്ടുകാരും നമ്മളോടൊപ്പം ചെയ്യുന്നുണ്ട്. ചേട്ടാ, എന്താ സംഭവിച്ചത്? ഞങ്ങൾ ഏകദേശം 7:30 സമയത്താണ് ഇവിടെ എത്തിയത്. ആദ്യത്തെ സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇവിടെ എത്തി, ജില്ലാ പോലീസ് അധികാരികൾ എത്തിയിട്ടും അതിന് വേണ്ട ഒരു സ്ക്യൂബ ഡൈവേഴ്സ് ഒന്നും വന്നിട്ട് അതിന് വേണ്ട സെറ്റിങ്സ് ഓക്സിജൻ സിലിണ്ടർ അവർ എത്തിച്ചിട്ടില്ല. നാട്ടിലെ ജനങ്ങളെ നല്ല മുങ്ങൽ വിദഗ്ധന്മാരൊക്കെ അവരോട് ആവശ്യപ്പെട്ടുള്ളൂ. അതിനും ഇവിടുത്തെ SI-കളൊക്കെ എതിർത്തിട്ടുണ്ട്. വലിയ നിങ്ങൾ കണ്ടിരുന്നു? ആ സമയത്ത് ഏകദേശം 7:30 സമയത്ത് ഇവിടെ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ആ സമയത്ത് സ്പോട്ടിലെത്തിയ സമയത്ത് ജില്ലയിലുള്ള എല്ലാ പോലീസ് അധികാരികളും എത്തി, ഫയർഫോഴ്സ് വന്നിട്ട്. പക്ഷെ അതിന് വേണ്ട ഒരു സെറ്റപ്പുകളൊന്നും പോലും ചെയ്തിട്ടില്ല. ഓക്സിജൻ സിലിണ്ടർ എങ്ങനെയാണ് ഇത് വീണതെന്ന് നമ്മൾ കണ്ടിട്ടില്ല. സൈഡിലിരുന്ന ഉറങ്ങുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞത്. അതായത് ഉറങ്ങുന്നതിനിടയിൽ വീണു പോവുകയായിരുന്നു. അങ്ങനെ കൂടെ ഉണ്ടായിരുന്നവർ 2-3 പേർ കൂടെ ഉണ്ടായിരുന്നു. അവർ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല എന്നാണ് ആളുകൾ പറയുന്നത്. ചേട്ടാ, കണ്ടിരുന്നോ? എങ്ങനെയായിരുന്നു സംഭവിച്ചത്? ഒരു മീൻ പിടിക്കാൻ വന്നേനി. അപ്പോൾ പിടിക്കാൻ വന്നോടത്തുനിന്ന് കുറച്ച് ഇവിടെ ഇരിക്കേനി. മീനിൻ്റെ സ്റ്റിക്ക് പിടിച്ചിരിക്കേനി. അപ്പോൾ ആ സ്റ്റിക്ക് നികേഷ് ഞങ്ങൾ പറഞ്ഞു വീണ് പോകും തോന്നുന്നു, നമ്മളൊന്ന് ഇങ്ങനെ ഇടിച്ചിക്കോ പറഞ്ഞു. അപ്പോൾ അങ്ങനെ നികേഷ് പറഞ്ഞ ഫ്രണ്ട് ഉണ്ട്, വെള്ളത്തിൽ ചാടിയ പോയി സ്റ്റിക്ക് കേട്ടാ ഇങ്ങനെ താഴത്തേക്ക് ഇരിക്കുക പറയുമ്പോൾ അവനോട് സ്റ്റിക്ക് പിടിക്കുക പറഞ്ഞ് പിടിച്ച് മൂപ്പര് കിടക്കാൻ നോക്കിയ പാടെ തന്നെ മൂപ്പര് ഇങ്ങനെ പോയപ്പോൾ നികേഷ് മൂപ്പര് ഷർട്ടിന് പിടിച്ചിട്ടും മൂപ്പർക്ക് മൂപ്പരെ ബോഡി വെയിറ്റ് കാരണം നികേഷിന് കറക്റ്റായിട്ട് പിടിക്കാൻ കഴിഞ്ഞില്ല. അത് നേരെ വെള്ളത്തിലേക്ക് ഈ കൈയിൻ്റെ വെയിറ്റും കൂടി ഇങ്ങോട്ട് പോയപ്പോൾ നേരെ വെള്ളത്തിലേക്ക് വീണപാട് തന്നെ ഞങ്ങൾ നോക്കിയപ്പോൾ പൊങ്ങിയില്ല, ആള് പൊങ്ങിയിട്ടൊന്നുമില്ല. ആ സ്പോട്ടിൽ തന്നെ ആ സൈഡിൽ നിന്ന് നികേഷും ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ജക്ഷൻ എന്ന് പറഞ്ഞ ഒരുത്തനും കൂടി ചാടി, ഡ്രസ്സ് ഒരു വേഗം ചാടി. പക്ഷെ എത്ര നോക്കിയിട്ടും ആളെ കിട്ടിയില്ല. അപ്പോൾ പറഞ്ഞ അടിയിലേക്ക് നല്ല ഒഴുക്കുണ്ട്, എനിക്ക് അങ്ങോട്ട് ചെല്ലാൻ കഴിയില്ല ഞാൻ പറഞ്ഞു. പിന്നെ ഞങ്ങൾ നേരെ പോലീസിനും ഫയർ ഓഫീസേഴ്സിനും വിളിച്ചതാണ്. പോലീസ് ഇവിടെ എത്ര നേരമായി? പോലീസ് പെട്ടെന്ന് എത്തിയിട്ടുണ്ട്. വേഗം എത്തിയിട്ടുണ്ട്. പക്ഷെ പോലീസിനെ കൊണ്ടൊന്നും ചെയ്യാൻ മാക്സിമം കഴിയൂലല്ലോ, ഉൽക്കാർക്ക് ഇറങ്ങാൻ കഴിയില്ല. ഞങ്ങൾ കുറേ നാട്ടുകാരൊക്കെ വിളിച്ചു വരുത്തി, പക്ഷെ ആരും ഇറങ്ങിയില്ല. ഈ 2 പേരെന്നെയുള്ള ഇറങ്ങിയത്. നല്ല ഒഴുക്കുള്ള സ്ഥലമാണോ? അവിടെ അടിയിൽ ഒഴുക്കുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ വേറെ അങ്ങനെ ഇതില്ല, ഹൈറ്റ് കറക്റ്റായിട്ടാണെന്നാണ് പറഞ്ഞത്. ഉറങ്ങി വീണതാണോ ആള്? അറിയോ? മാളിപ്പോയതാണ് സംഭവം. കുറച്ച് എന്താ വെച്ചാൽ മുപ്പൊരു ബോധം കുറച്ച് കുറവേനി. അപ്പം ഇങ്ങനെ ക്ഷീണത്തിൽ മുപ്പൊരു പെട്ടെന്ന് വീണതാണ്. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചിട്ടും ആളെ കിട്ടിയില്ല. ഞങ്ങൾ ഓടി ചെന്നപ്പോഴത്തേക്ക് ആളവിടെ കാണുന്നില്ല. പിന്നെ മാക്സിമം തപ്പി, പിന്നെ ആൾക്കാരൊക്കെ വിളിച്ചിട്ടും ഫയർ ഓഫീസേഴ്സ് എത്താൻ തന്നെ കുറേ ടൈം പിടിച്ചിട്ടുണ്ട്. കുറച്ച് ടൈമല്ല, റെസ്ക്യൂ ടീം തന്നെ. അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് തന്നെ ഒരു മനുഷ്യനല്ല വെള്ളത്തിൽ വീണ. നീന്തലറിയാത്തൊരു വ്യക്തിയാണ്. നമ്മൾ പണ്ട് കാലത്ത് അറിയുന്ന ഒരാളാണ്. അപ്പം കമ്മീഷൻ ഓഫീസിലുള്ള ജോലിയുള്ള ആളാണ്. പക്ഷെ വെള്ളത്തിൽ വീണാൽ മൂപ്പര് കഴിച്ചാവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. മൂപ്പര് മീൻ പിടുത്തത്തിന് മെയിനായിട്ട് ഒരു ക്രൈസുള്ള ഒരാളാണ്. സ്ഥിരമായിട്ട് മീൻ പിടിക്കാൻ ഒരു ക്രൈസുള്ള ഒരാളാണ്. ലീവുള്ള ദിവസങ്ങളൊക്കെ മൂപ്പര് എത്തും. ഒരു മീൻ പിടിക്കാൻ വെച്ചാൽ ഭയങ്കര ഒരു ആക്റ്റീവുള്ള ഒരാളാണ്. അപ്പോൾ അതിനുകൊണ്ട് മൂപ്പർക്ക് നീന്തൽ വലിയ വശം കുറവാണ്. അപ്പോൾ അതിനുകൊണ്ട് മൂപ്പര് എന്തായാലും വെള്ളത്തിനടിയിൽ എന്തായാലും പോയിട്ടുണ്ടാവും. നല്ല ഒഴുക്കുള്ള സ്ഥലമാണോ? ഒഴുക്കുള്ള സ്ഥലം. ഏകദേശം എത്ര മണിയോടെയാണ് അപകടം? അത് അറിയില്ല. ഞാൻ പിന്നെയാ വന്നത്. ഞാൻ പഴയ കാല സുഹൃത്താണ് മൂപ്പരെ. ആൾക്ക് നീന്തൽ അറിയില്ല എന്നാണ് കൂടെ ഉണ്ടായിരുന്നവരും അദ്ദേഹത്തെ അറിയുന്ന ആൾക്കാരും പറയുന്നത്. കമ്മീഷൻ ഓഫീസിലെ ജീവനക്കാരനാണ് പ്രവീൺ. അദ്ദേഹത്തിന് അച്ഛൻ പോലീസാണ്, പാപ്പൻ പോലീസാണ്, മൂപ്പരെ ഫാമിലി ഫുള്ള് പോലീസാണ്. അച്ഛൻ സ്പിരിറ്റിൻ്റെ ഇതിൽ എന്തോ ഒരു ആക്സിഡൻറ്റിൽ ക്ലെയിമിൽ മരിച്ച ആളാണ്.
അങ്ങനെ മൂപ്പർക്ക് ജോലിയൊക്കെ കിട്ടി. ആൾക്ക് നീന്തൽ അറിയില്ല എന്നാണ് ആളുകൾ പറയുന്നത്. ഏകദേശം ഒരു 8 മണിയോടെയാണ് ഇത്തരത്തിൽ ഒരു അപകടമുണ്ടായത്. നിലവിലൂടെ സ്കൂബ ടീമും ഫയർഫോഴ്സും എത്തിയിട്ടുണ്ട്. സ്കൂബ ടീം ഇറങ്ങി തിരച്ചിൽ നടത്തുകയാണ്. ഇതിനോടൊപ്പം ആളുകളും ഇറങ്ങാനായിട്ട് നിൽക്കുന്ന ആളുകളുമുണ്ട്. അതായത് ഇറങ്ങാൻ സന്നദ്ധരായിട്ടുള്ള ആളുകളും വന്നിട്ടുണ്ട്. നാട്ടുകാരുടെയും അതുപോലെ ഫയർഫോഴ്സിൻ്റെ സ്കൂബ ടീമിൻ്റെ ഒക്കെ സംയുക്ത ഒരു ഇതിലൂടെയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടക്കുന്നത്. ഏകദേശം ഒരു 8 മണിയോടെയാണ് ഇത്തരത്തിൽ അപകടമുണ്ടായത്. ആള് കനോലി കനാലിൻ്റെ സൈഡിൽ ഇരിക്കുകയായിരുന്നു, തീരത്തിരിക്കുകയായിരുന്നു. അപ്പോൾ സൈഡിലേക്ക് ചെരിഞ്ഞതോടെ വീഴുകയായിരുന്നു എന്നാണ് പറയുന്നത്. കൂടെ ഉണ്ടായിരുന്ന ആളുകൾ വലിച്ചു രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും പിടുത്തം കിട്ടിയില്ല, താഴേക്ക് വീണു പോവുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. അതാണ് കൂടെ ഉണ്ടായിരുന്ന 4 പേർ കൂടെ ഉണ്ടായിരുന്നു. കൂടെ ഉണ്ടായിരുന്നവർ പ്രവീണിൻ്റെ അടുത്തായിരുന്നില്ല, അവർ കുറച്ച് മാറിയാണ് നിന്നത്. അങ്ങോട്ടേക്ക് പോകുമ്പോഴേക്കും പ്രവീൺ താഴെ വീണിരുന്നുവെന്നാണ് ആളുകൾ പറയുന്നത്. പിന്നീട് കൂടെ ഉണ്ടായിരുന്ന 2 പേർ ഇറങ്ങി തെരച്ചിൽ നടത്തിയെങ്കിലും രക്ഷിക്കാനായില്ല, കണ്ടെത്താനായില്ല എന്നാണ് ആളുകൾ പറയുന്നത്. നിലവിലിവിടെ സ്കൂബ ഡൈവിംഗ് ടീമിൻ്റെയൊക്കെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. പോലീസ് സ്ഥലത്തെത്തി, ഉടനെ തന്നെ പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. അപ്പോൾ തന്നെ ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിരുന്നു. തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയായിട്ടും ആളെ കണ്ടെത്താനായിട്ടില്ല.